അല്ല, ജയേട്ടനൊന്നും ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കി അറിയില്ലേ? വിളിക്കാം, കുറച്ച് കഴിയട്ടെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങാൻ കുറച്ച് സമയമെടുക്കും. ഇനിയിപ്പോ വീട്ടിലെത്തി എന്തായിരിക്കും ഏട്ടന്റെ അവസ്ഥ? ഒരു മനുഷ്യനെയും കാണാൻ അനുവദിക്കാതെ എന്റെ ഏട്ടനെ വീട്ടു തടങ്കലിലാക്കുവോ ദുർഗേച്ചി? പ്രസയെ കാണാൻ പാടില്ലാത്തത് നമ്മൾ മാത്രമല്ലേ പ്രിയ? വേറെ ആർക്കും ദുർഗേച്ചി വിലക്കൊന്നും കൽപ്പിക്കില്ല. നമുക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒളിച്ചു കയറി പ്രസയെ കണ്ട പോലെ വീട്ടിൽ നുഴഞ്ഞു കയറാനും പറ്റില്ല. അച്ഛാ, പ്രസാദ് മാമ വീട്ടിൽ വന്നു. ആദ്യം ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു. ഈശ്വര, ഞങ്ങളിപ്പോ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു മോളെ. അമ്മക്കുട്ടിക്ക് സന്തോഷായില്ലേ? കഴിഞ്ഞതൊക്കെ ഇനി ഒരു ദുസ്വപ്നായിരുന്നു എന്ന് കരുതിയാ മതി. അതിനായിട്ടില്ല മോളെ. എന്റെ ഏട്ടൻ പോലീസ് യൂണിഫോം ഇട്ട് പഴയതുപോലെ നെഞ്ചു വിരിച്ച് നടക്കുന്നത് എനിക്ക് കാണണം. എങ്കിലേ അമ്മയ്ക്ക് ഈ ദുസ്വപ്നം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റൂ. അതെ മോളെ, ACP കൃഷ്ണപ്രസാദിന് മുമ്പിൽ ചെന്ന് ഒന്ന് സല്യൂട്ട് ചെയ്താലേ അച്ഛന് സമാധാനമാവൂ. കാരണം എന്റെ നെഞ്ചിൽ തുളച്ചു കയറേണ്ട ബുള്ളറ്റാ എന്റെ പ്രസ ഏറ്റുവാങ്ങിയത്. പ്രസാദ് മാമൻ തിരിച്ചു വരൂ അച്ഛാ. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ മുമ്പില് മരണവിപ്രാളം കാണിച്ച് ഒരന്ത്യാഭിലാഷം പറഞ്ഞില്ലേ? ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും എന്നെ തികച്ച ഒരു അന്യയായി കണ്ട് എന്റെ സ്നേഹവും പ്രാർത്ഥനയും മനസ്സിലാക്കാതെ എന്റെ ശത്രുവിനെ ഞാൻ കൈയേൽക്കണമെന്ന് പ്രസാദേട്ടൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ നോക്കിയില്ലേ? എന്തിനു വേണ്ടിയായിരുന്നു അത്? നിങ്ങൾക്ക് എന്നെക്കാൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണോ നിങ്ങളുടെ സഹോദരി? എന്റെ മകന് അവന്റെ അമ്മയെക്കാളും വലുതാവോ അമ്മയുടെ ശത്രു? ആണെങ്കി പിന്നെ എന്തിനാ നിങ്ങൾക്ക് രണ്ടാൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം തരാൻ വേണ്ടി അന്ന് കത്തി അമരാൻ തീരുമാനിച്ച എന്നെ അച്ഛനും മകനും കൂടി അതിന്ന് രക്ഷിച്ചത്? തുളസിയുടെ കാര്യത്തിൽ എന്റെ അവസാന വാക്കും തീരുമാനവുമായിരുന്നു അത്. അന്ന് എന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് എന്നെ പുനർജീവിപ്പിച്ച നിങ്ങൾ അച്ഛനും മകനും കൂടി എന്നെ വീണ്ടും വീണ്ടും വിഡ്ഢിയാക്കാൻ നോക്കുക അല്ലേ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലടാ. ഏത് സമയത്തും ഇങ്ങനെ കിടന്നാലേ കിടന്നു പോവും. എത്രയും വേഗം എനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതേ അമ്മ കണ്ട അച്ഛന് നല്ല വഴക്ക് കിട്ടും. മംഗളപ്പച്ച ഉള്ളപ്പോ നിന്റെ അമ്മ എന്തായാലും ഈ മുറിയിലേക്ക് വരില്ല. അവരിപ്പോ ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യായിരിക്കും. ഭാവി പരിപാടികളോ? ആരുടെ ഭാവി പരിപാടികള്? നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ? എന്നെ ഈ അവസ്ഥയിലാക്കിയവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിനിവിടെ പോലീസ് നിയമം കോടതിയൊക്കെ ഇല്ലേ? അമ്മയും മംഗളപ്പച്ചും കൂടെയാണോ കേസ് അന്വേഷിക്കാൻ പോകുന്നത്? പോലീസേ യഥാർത്ഥ പ്രതികളെ പിടിക്കാനുള്ളവരല്ലേ. ഇവര് ശിക്ഷിക്കാൻ പോകുന്നത് ഇവര് തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയവരെയാ. അതാരാ? പ്രിയയും തുളസിയും. തുളസി ആ സമയത്ത് എന്റെ ഓഫീസിൽ വന്നതാണ് എനിക്ക് വെടിയേക്കാൻ കാരണം. നിന്റെ അമ്മയുടെയും മംഗളപ്പച്ചയുടെയും കണ്ടെത്തലതാ. അതിനുള്ള ശിക്ഷ ഈ രണ്ടംഗ കോടതി അവർക്ക് നൽകിയിരിക്കും. അമ്മയ്ക്ക് ശരിക്കും ഭ്രാന്താണോ അച്ഛാ? ആ അപ്പച്ചി ഇപ്പൊ തന്നെ നിന്നെ പേടിച്ച് നടക്കുക ഞങ്ങള് രണ്ടും. ഇതിനപ്പുറം ഒരു സംരക്ഷണം വേണ്ടേ? അതിരിക്കട്ടെ, അമ്മയ്ക്ക് ഇപ്പോഴും മാമനെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ടല്ലേ?
അത് പിന്നെ ഇല്ലാതിരിക്കോ? ഒന്ന് ദൂരേന്ന് കണ്ടാലും മതിയായിരുന്നു. ആ, എന്തിനും ദൂരെ നാക്കുന്നേ? നമുക്ക് മാമന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അങ്ങോട്ട് കയറി ചെല്ലാന്നേ. നാട്ടുകാരെ പേടിച്ചെങ്കിലും ദുർഗാമ്മ അങ്ങോട്ട് കയറ്റാതിരിക്കില്ല. വേണ്ട മോളെ, ദുർഗേച്ചി നമ്മളോട് എന്ത് കാണിച്ചാലും നമ്മൾ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരിയാക്കണ്ട. അതിന്റെ കുറച്ച് ലേട്ടനായിരിക്കും. ശരി, എന്നാ ഞാൻ മാമനെ വീഡിയോ കോൾ ചെയ്ത് തരട്ടെ, നേരിട്ട് കണ്ട് സംസാരിക്കല്ലോ. അതൊന്നും വേണ്ട. എന്നിട്ട് വേണം ഏട്ടന്റെ ഫോൺ തന്നെ ദുർഗേച്ചി വാങ്ങി വെക്കാൻ. ഏട്ടൻ കുറച്ചു കഴിയുമ്പോ പുറത്തിറങ്ങുമല്ലോ, അപ്പൊ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാം. ദൂരെ ഒന്ന് കണ്ടാ മതിയെങ്കിൽ അതിനിപ്പൊ തന്നെ വഴിയുണ്ടാക്കാം. അമ്മ ഇറങ്ങിക്കും. എങ്ങോട്ട്? അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ. ആ ആ, അപ്പൊ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ആ, പിന്നെ പൊന്നങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തേക്ക്. തുളസി, നീ കാര്യമായിട്ടാണോ പറയുന്നത്? പിന്നെ അല്ലാതെ, എന്റെ അമ്മ സ്വന്തം ചേട്ടനെ ദൂരെ നിന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിപ്പിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അമ്മയുടെ മോളാന്ന് പറഞ്ഞ് നടക്കുന്നേ? ചെല്ല, വേഗം ചെന്ന് റെഡിയായിട്ട് വാ. നല്ല കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. എനിക്ക് റെഡിയാവാനൊന്നുമില്ല, ഞാൻ റെഡിയായി നിൽക്കുക. ഞാനിപ്പോ വരാം. ആ, നീ കാര്യമായിട്ടാണോ പറയുന്നത്? പ്രിയ ഇതുവഴി വരുവോ? ഏതാനും നിമിഷങ്ങൾക്കകം പ്രിയ ആന്റിയുമായി തുളസി അച്ഛന്റെ കൺവെട്ടത്ത് വരും. താങ്ക്സ് ചക്ക. ഇത് തുളസിയുടെ ബുദ്ധിയായിരിക്കും അല്ലേ? ബുദ്ധി എപ്പോഴും അവളുടേതാണല്ലോ. പക്ഷെ റിസ്ക് എനിക്കും ഉണ്ട്. അതെനിക്ക് അറിയില്ലടാ. ഇതിന്റെ മൊത്തം റിസ്ക് നിനക്ക് തന്നെയല്ലേ? ആ, ചിരിക്കണ്ട. അമ്മ കണ്ടാലേ അച്ഛനും റിസ്ക് ആവും, അതുകൂടി സൂക്ഷിച്ചോ. എടാ, എന്താ ദുർഗ? അത് പോട്ടെ, ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ട് പ്രസാദിന്റെ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അല്ല, അത് എത്ര നേരം എന്ന് വെച്ചാ ദുർഗ മുറിയിൽ ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്നത്. കുറച്ചു നേരം ഇവിടെ കാറ്റും കൊണ്ടൊക്കെ നിൽക്കാന്ന് ഇവൻ പറഞ്ഞപ്പോഴേ അങ്ങനെ വന്നതാ. ഇല്ലടാ, അല്ലേ? അച്ഛന്റെ കാര്യത്തില് മോനിപ്പോ വലിയ ശ്രദ്ധയാ. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അവരെ വരുത്തിയൊന്നു? ആരെ? എന്താണ് നിന്റെ അമ്മ പറയുന്നത്? അച്ഛനും മോനും കൂടി എന്റെ മുമ്പിൽ പൊട്ടം കളിക്കണ്ട. എനിക്കെല്ലാം അറിയാം. അന്ന് ഹോസ്പിറ്റലിൽ വന്ന പോലെ എന്റെ കണ്ണു വെട്ടിച്ച് പ്രിയ നിങ്ങളെ കാണാൻ ഈ വീടിന് മുമ്പിൽ വന്നു. അതിന് അവൾക്ക് അവളുടെ മകളും നിങ്ങൾക്ക് നിങ്ങളുടെ മകനും വഴിയൊരുക്കി തന്നു. എന്താ ദുർഗ നീ പറയുന്നത്? ഇവിടെ ആരെങ്കിലും വന്നാ നീ കാണില്ലേ? ആരാ നിന്നോട് പറഞ്ഞത്? ആരും പറയണ്ട. ദുർഗയ്ക്ക് ചില ഉൾവിളികൾ ഉണ്ടാവും. അതിനൊത്ത് ഓടിയെത്താൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇല്ല അമ്മേ, അമ്മയുടെ തോന്നൽ എന്തായാലും തെറ്റാ. പ്രിയാന്റി വന്നിട്ടില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ആന്റിയെ പോലെ തോന്നിക്കുന്ന മറ്റേ ആരെങ്കിലും സുലു ആന്റി കണ്ടിട്ട് അമ്മയോട് പറഞ്ഞായിരിക്കും. ഓ, പിന്നെ സുലുവാണ് എന്നോട് ഇത് പറഞ്ഞതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സുലു ആന്റി കണ്ടിരുന്നു അല്ലേ? അപ്പൊ പിന്നെ അവരല്ലാതെ വേറെ ആരാ ഇങ്ങനെ ഒരു സംശയം അമ്മയോട് പറയാൻ? അമ്മ ഏതായാലും ഉറപ്പില്ലാത്തൊരു കാര്യത്തെ പറ്റി ചോദിക്കാൻ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. ഇത് അവരുടെ ഏഷ്യന് തന്നെയാണ്. സുലുവിന് തെറ്റുപറ്റൂന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്റെ ഭർത്താവിനെയും മകനെയും ഞാൻ അവളെക്കാളും കൂടുതൽ വിശ്വസിക്കണമല്ലോ. അവര് ദുർഗാമ്മയെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ദുർഗേച്ചി നിങ്ങളെ കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ സുലുവിന് തെറ്റിയതാണെന്നേ വിചാരിക്കൂ. ഏയ്, അവര് തമ്മിലുള്ള കൂട്ടച്ഛന് ശരിക്കറിയില്ല. ദുർഗാമ്മ ചിലപ്പോ മാമനും ആദ്യം പറയുന്നത് അവിശ്വസിച്ചേക്കും. പക്ഷെ സുലു പറഞ്ഞ അവര് കണ്ണുടച്ച് വിശ്വസിക്കും. ഇനിയിപ്പോ വീടിന് മുമ്പിലൊന്ന് ഒളിഞ്ഞു നോക്കിയെന്നും പറഞ്ഞ് ദുർഗേച്ചി വഴക്കിന് വരുവോ? അതിനും ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയില്ലല്ലോ.
റോഡിൽ നിന്ന് നേരിട്ടല്ലേ നോക്കിയത്. ചോദിക്കാനിങ്ങ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഏട്ടനെ കണ്ടതിന്റെ സന്തോഷം പ്രിയയുടെ മുഖത്ത് കാണാനുണ്ട്. അമ്മ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ അച്ഛാ. ദുർഗമ്മ വരുന്നത് കണ്ടപ്പോഴേ എന്റെ കൂടെ സിനിമ സ്റ്റൈലിലല്ലേ മുങ്ങിയത്. അത് പിന്നെ ദുർഗേച്ചി നമ്മൾ അവിടെ കണ്ട പ്രസാദേട്ടനോ ആദിക്കോ അല്ലേടി അതിന്റെ ശിക്ഷ കിട്ടുക. അവര് പിന്നെ നമ്മൾ രക്ഷിക്കണ്ടേ? അപ്പോ ആദിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ പ്ലാനിങ് മൊത്തം ഞാനും അവനും കൂടി ആയിരുന്നില്ലേ. അവൻ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നതുകൊണ്ടാ ഇന്നത്തെ ഓപ്പറേഷൻ സക്സസ് ആയത്. ആദ്യം ഇപ്പൊ പഴയ പോലെ അല്ല, എന്തിനും കൂടെ നിക്ക. ഇതുവരെ അവൻ അമ്മയുടെ മകൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ അവൻ അച്ഛന്റെ മകനും കൂടിയാ. എന്റെ ഫോണിൽ ഇറങ്ങിയെന്നെ ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പോ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാൻ ആദ്യമായിരിക്കും. ഈയിടെ ആദിയെക്കുറിച്ച് പറയാൻ അവൾക്ക് 100 നാവാണല്ലോ പ്രിയേ. അതെ, ഇന്നവളിത് പ്ലാൻ ചെയ്തതേ എനിക്കും ഏട്ടനും തമ്മിൽ കാണാൻ വേണ്ടി മാത്രമല്ല, അവൾക്കും ആദിക്കും തമ്മിൽ കാണാൻ വേണ്ടിയാ. അതെങ്ങനെ നിനക്കറിയാം? അവർക്ക് വേണമെങ്കിൽ പുറത്തുപോയി കണ്ടൂടെ? ഇത് അതുപോലെയാവൂ? ഇത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചുള്ള കാണലല്ലേ. തമ്മിൽ കണ്ടപ്പോഴുള്ള അവരുടെ നോട്ടവും ഭാവവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. ചേട്ടനും കൂടി ഒന്ന് കാണണമായിരുന്നു. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ അമ്മേ? എന്തെങ്കിലും വയ്യായ വന്നാ ആരുണ്ടാവുക? ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആര് വേണം? മേൽപ്പത്തൂരിന് പുനർജന്മം കൊടുത്ത ആളല്ലേ. ഭക്തരെ കഷ്ടപ്പെടുത്തില്ല കൃഷ്ണൻ. ഞാനെന്തായാലും അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യാൻ പറയാം. അവരുടെ ഒരു ശ്രദ്ധയുണ്ടാവും. അമ്മ എത്രയും വേഗം പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാൻ നോക്കണം. അങ്ങനെ പറയാതടാ. അമ്മയ്ക്ക് അവിടെ അർപ്പിക്കാൻ ഒരുപാട് അർച്ചനകളുണ്ട്. പ്രിയെ നമുക്ക് ഈ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിനാദ്യമോനെയും തുളസിമോളെയും ഒന്നിപ്പിക്കണ്ടേ? ഉറക്കത്തില് ഈ അമ്മ കാണുന്നത് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാ. ആദിയും തുളസിയും തമ്മിൽ അകറ്റാൻ വേണ്ടി ദുർഗ ചെയ്യുന്ന ക്രൂരതകൾ. അവള് ചിലപ്പോ അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷേ മനസ്സിന്റെ തോന്നലുകൾ അങ്ങനെയാ. അവള് അങ്ങനെ ചെയ്യില്ലെന്നൊന്നും പറയാനാവില്ല അമ്മേ. ഇതുവരെ ദുർഗ പയറ്റിയത് സ്വയം ജീവനൊടുക്കി കളയുന്നുള്ള ഭീഷണിയുടെ തന്ത്രമാ. അതിനി അത്രയ്ക്ക് വില പോവില്ല എന്നുള്ളത് അവൾക്കറിയാം. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ മംഗളപ്പച്ചി ഉണ്ടല്ലോ. അതെ, അവളാണ് ഈ കുടുംബത്തെ ബാധിച്ച ഏറ്റവും വലിയ കരുനിഴൽ. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ മംഗളെ ശപിക്കാനും വെറുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാം ഞാൻ ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുക. അമ്മ തിരിച്ചു വരുമ്പോഴേക്കും ഭഗവാന്റെ ചൈതന്യം ഈ കുടുംബത്തിനുണ്ടാകും. ആ ദുർഗ, അമ്മ നാളെ ഗുരുവായൂർക്ക് പോവാന്ന്. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു മോനെ. ആഹാ, പ്രസാദേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ ഈ ദുർഗ അറിഞ്ഞിരിക്കും. വെറുതെ അറിഞ്ഞു വെക്കുക മാത്രമല്ല, അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തും വെച്ചു. എന്ത് കാര്യങ്ങള്? കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ അലക്കി തേച്ച് വെക്കണ്ടേ? പോകാനുള്ള ബസ് ടിക്കറ്റ് വേണ്ടേ? അതൊക്കെ സുലുവിനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു വെച്ചു. നാളെ അവള് തന്നെ അമ്മയോടൊപ്പം വരികയും ചെയ്യും. സുലു? അപ്പൊ ആദ്യം വരണ്ടേ അമ്മേ? സുലു വരുമെങ്കിൽ അതാ മോനെ നല്ലത്. അമേരിക്കയിലൊക്കെ വളർന്ന കുട്ടിയാകുമ്പോ ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അത് മാത്രല്ല ചേച്ചി, ആ ഇംഗ്ലീഷുകാരിക്ക് ചിലപ്പോ നമ്മളൊന്നും കണ്ണി പിടിച്ചൊന്നും വരില്ല. നമുക്കൊരു നാട്ടും പുറത്തുകാരി മലയാളി പെൺകുട്ടി സുലു. അതെ അപ്പച്ചി, എന്റെ മരുമകള് എനിക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്നവളായിരിക്കണം. ഈ കുട്ടി നിന്റെ മരുമകളാകാൻ വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചതുപോലെ ഇരിക്കും. നാലു വർഷമായി അച്ഛന്റെയും അമ്മയുടെയും കൂടെ അമേരിക്കയിലാണെങ്കിലും +2 വരെ പഠിച്ചത് നമ്മുടെ നാട്ടിൽ.
നല്ല തറവാട്ടിൽ പിറന്ന ശാലീന സുന്ദരിയായ പെൺകുട്ടി. തനി മലയാളി. പെണ്ണ് ഒരുങ്ങി വന്ന മഹാലക്ഷ്മിയെ പോലിരിക്കും. നീ പണ്ട് എങ്ങനെയിരുന്നോ ഏകദേശം അതുപോലെ തന്നെയാ ഇവളെ നേരിട്ട് കാണാനും. അപ്പൊ കൊള്ളായിരിക്കല്ലേ ദുർഗേച്ചി? ആ നേരിട്ടൊന്ന് കണ്ടു നോക്കാം. അല്ല, അപ്പച്ചിക്ക് കുട്ടി എങ്ങനെ അറിയാം? അപ്പച്ചിയുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ? അതെ, ഇനി ആ സസ്പെൻസ് കൂടി അങ്ങ് പൊളിക്കാം. ഈ സുന്ദരിക്കുട്ടിയെ എന്റെ കൊച്ചുമകളാ ആതിര. അതെന്താ എന്റെ കൊച്ചുമകളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ രണ്ടാളുടെ മുഖം അങ്ങ് വാടിപ്പോയത്? ഞാനെന്താ തറവാട്ടുകാരിയല്ലേ? എന്റെ കുടുംബത്തിലെ ആകെയുള്ളൊരു അവകാശിയാ ആതിര. എന്റെയും എന്റെ മകളുടെയും അവളുടെ ഭർത്താവിന്റെയും സ്വത്തുക്കൾ ആതിര മോൾക്ക് മാത്രമുള്ളതാ. അതെല്ലാം കൂടി കൂട്ടിയാൽ എന്തായാലും ദേവമംഗലത്തിന്റെ 10 ഇരട്ടി വരും. നന്നായി ആലോചിച്ചിട്ട് മതി ദുർഗെ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നീ നിന്റെ അച്ഛന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചോ. ആദ്യം കാണാൻ പോവാന്ന് പറഞ്ഞാലേ നിന്റെ അച്ഛൻ എത്ര കാശ് വേണമെങ്കിലും തരും. അയ്യടാ സത്യാടി, ഞാൻ നിന്നെ കാണാൻ വരാന്ന് പറഞ്ഞാലേ എന്റെ അച്ഛൻ എനിക്ക് പുതിയ ഡ്രസ്സ് വരെ വാങ്ങിച്ചു തരും. ആ മാമനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറച്ചുനാളുകൂടി റെസ്റ്റ് വേണ്ടി വരും. അച്ഛൻ ഇപ്പൊ തന്നെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. എപ്പോഴും ഒഫീഷ്യലി ബിസിയായിരുന്ന ആളല്ലേ. ഇങ്ങനൊരു ദുരന്തം അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഓരോ കഷ്ടകാലം, അല്ലാതെന്ത് പറയാനാ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് അതി, ദുർഗാമ്മ പറയും പോലെ ഞാൻ കാരണമാണോ മാമൻ ഇങ്ങനെ ഒരു അപകടം വന്നേന്ന്. നീ കാരണോ? അതെന്താ നീ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? അല്ല, അന്നത്തെ ദിവസം ഞാനിവിടെ എത്തിപ്പെടുന്നു, അച്ഛൻ ഫയൽ എടുക്കാൻ മറക്കുന്നു, എന്നോടത് കൊണ്ടു ചെല്ലാൻ പറയുന്നു. സത്യത്തിൽ ഞാനിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ ക്രിമിനൽ എന്നെ മറയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ ഒരു വെടിവെപ്പ് അവിടെ നടക്കുകയില്ല. അതൊക്കെ ഒരു നിമിത്തം അല്ലേടി. രണ്ടിടത്ത് വെച്ച് പുറപ്പെടുന്ന 2 വാഹനങ്ങള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് ആവുന്നു. അതിൽ ഏതെങ്കിലും ഒരു വാഹനം കുറച്ച് സമയ വ്യത്യാസത്തിലാണ് പുറപ്പെട്ടതെങ്കിൽ അങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ വരാനുള്ളത് വഴി തങ്ങില്ല മോളെ. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. നീ ആള് കൊള്ളാലോ. ഞാൻ വിചാരിച്ചു നീ ഒരു പൊട്ടനാണെന്നാ. ഇത്രയും വിവരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? കുറച്ചു നാളായിട്ട് ഒരു പൊട്ടിയുടെ കൂടെയല്ലേ നടപ്പ്. അതിന്റെ പൊട്ടത്തരങ്ങളായിരിക്കും. ആ പിന്നെ അന്ന് റോഡിൽ വന്നു നിന്ന് സഹോദരനെ കണ്ടതിനെ കുറിച്ച് നിന്റെ അമ്മ സഹോദരൻ എന്ത് പറയുന്നു? അമ്മയ്ക്ക് അതൊക്കെ വലിയ കാര്യടാ. നമ്മൾ എന്തോ ആനക്കാര്യം ചെയ്തു കൊടുത്ത പോലെ അച്ഛനോട് പറയുന്ന കേട്ടു. അതിലും വലിയ കാര്യം ഞാൻ ആന്റിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് നീ അമ്മയോട് പറഞ്ഞേക്ക്. എന്ത് കാര്യം? എന്റെ അച്ഛനെയും കൂട്ടിയിട്ട് ഒരു ദിവസം ഞാൻ നിന്റെ വീട്ടിൽ വരും. അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? ഡാ, നീ വെറുതെ റിസ്കിന് നിക്കണ്ട. അല്ലെങ്കിൽ തന്നെ മാമന് വയ്യാത്തതാ. ദുർഗാമ്മയുടെ അങ്കക്കല്ലി 2 ആൾക്കും താങ്ങാൻ പറ്റില്ല. കളിയാക്കണ്ട കളിയാക്കണ്ട. ആദ്യത്തിനെ ഇപ്പൊ പഴയ ആദ്യത്തിനല്ല. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ, നീ വച്ചു. ആതിര എവിടെ എത്തിയപ്പച്ചി? ആ സ്ഥലമൊന്നും അവൾക്ക് പരിചയമില്ലല്ലോ. 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. അല്ല പച്ചി, കുറെ സമയമായിട്ട് ആതിര വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ആരായി ആതിര? അല്ല, ചിരിക്കാതൊന്നും പറ ദുർഗേ, ഞങ്ങൾ കൊണ്ടൊന്ന് അറിയട്ടെ. ആ ആതിര വേറെ ആരുമല്ല, മംഗളയപ്പച്ചിയുടെ കൊച്ചുമോള. അച്ഛാ വെള്ളം കുടിക്കും. വെള്ളം കുടിക്ക്. അവള് കുറച്ചു ദിവസം നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടാവും.
ആതിര മോൾക്ക് ഇവിടെ കാര്യമായ ഫ്രണ്ട്സ് ഒന്നുമില്ല. അതുകൊണ്ട് അവൾ ഇവിടെയൊക്കെ ഒന്ന് പരിചയമായി വരുന്നത് വരെ ആദ്യം മോൻ ആതിര മോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ അവൻ നോക്കിക്കോളും. ബൈക്കും കാറും ഒക്കെ ഉണ്ടല്ലോ. ആതിരക്കിന് വല്ലയിടത്തും പോണമെങ്കില് അതും ആദ്യം തന്നെ കൊണ്ടുപോകും. അല്ലേ ആദി? ആന്റിയുടെ അങ്കിളിന്റെ കാലത്തോട്ട് വന്നിരിക്കണേ. ഇവിടെ നിനക്ക് ആരെയും പരിചയമില്ലല്ലോ. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് മോൾ എപ്പോഴും വിളിക്കുമ്പോ ഞാൻ പറയാറില്ലേ, കനകദുർഗ ആന്റി. ഓ ഹായ് ആന്റി. അയ്യോ മോളെ, എന്തായി കാണിക്കുന്നേ? എഴുന്നേക്ക്. മിടിക്കുകയാണല്ലോ, നന്നായി വരും. താങ്ക്സ് ആന്റി. പ്രസാദേ, ഇതെന്റെ പ്രസീതയുടെ മോളാ. നമസ്കാരം അങ്കിൾ. നമസ്കാരം. അവള് വന്നു തോന്നുന്നു. നീ ഇത്ര സമയം എവിടെയായിരുന്നു തുളസി? ഈ സാധനങ്ങൾ വാങ്ങി വരാനാണോ ഇത്ര സമയം എടുത്തത്? കുറച്ചു സമയം ഞാൻ വഴിയിൽ ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി നിന്നതാ. ഇതാ നിന്റെ കുഴപ്പം. ആരെ കണ്ടാലും വായി നോക്കി നിന്നോളൂ. ഇവിടെ ബാക്കിയുള്ളൊരു ടെൻഷൻ അടിച്ച് നിൽക്കാന്നുള്ള ഒരു വിചാരവും ഇല്ല. ഇതങ്ങനെ ഏതോ ഒരാളല്ലമ്മേ, നമുക്ക് വേണ്ടപ്പെട്ടൊരു കക്ഷിയാ. നമ്മുടെ ദുർഗാമ്മയുടെ ഭാവി മരുമകൾ. അവളുമായിട്ട് വഴി വെച്ച് ചെറുതായിട്ടൊന്ന് ഉരസേണ്ടി വന്നു. എന്റെ വണ്ടിയുടെ നഷ്ടപരിഹാരം ഞാൻ ചോദിച്ചു വാങ്ങാനായിട്ട് നിന്നപ്പോഴാ അവൾ അവളുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. നീ ദേവമംഗലം എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ അവിടുത്തെ ACP കൃഷ്ണപ്രസാദിന്റെ റിലേറ്റീവാ ഞാൻ. അദ്ദേഹത്തിന്റെ മകൻ ആദിത്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ഇപ്പൊ എന്ത് തോന്നുന്നു? പരിചയപ്പെട്ടത് നന്നായില്ലേ? പക്ഷെ എന്റെ വണ്ടിക്ക് പറ്റിയ ഡാമേജിന് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് കാശ് പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അവൾ ആരായാലും എനിക്കെന്താ? ഇതെന്തൊക്കെയാ ചേട്ടാ ഇവിടെ നടക്കുന്നത്? മംഗളപ്പച്ചിയുടെ കൊച്ചുമകളെ ആദ്യം കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നോ? അപ്പച്ചി അതിന് ശ്രമിക്കും, പക്ഷെ ദുർഗേച്ചി അതിന് സമ്മതിക്കോ? ദുർഗേച്ചി സമ്മതിച്ചാലും ആദ്യം അവന്റെ അച്ഛനും ഇതിന് സമ്മതിക്കില്ല. പിന്നെന്തിനാ പ്രിയ നീ ടെൻഷനാവുന്നേ? എന്നാലും ആ പെണ്ണ് പരസ്യമായിട്ട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആലോചന അവിടെ നടന്നു കാണില്ലേ ചേട്ടാ? ഉണ്ടാവും. അപ്പച്ചിയും ദുർഗേച്ചിയും സുലുവും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും. എങ്ങോട്ടാ കുളിച്ച് കുട്ടപ്പനായിട്ട്? പതിവില്ലാത്താണല്ലോ ഈ നേരത്തൊരു ഒരുക്കം. ആര് പറഞ്ഞു? ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ സ്റ്റൈലായിട്ടേ പോവാറുള്ളൂ. എന്നാലും ഇന്നൊരു സ്പെഷ്യൽ ഒരുക്കമില്ലേ? ഇനിവിടെ പുതിയ ഗസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണോ? ഗസ്റ്റോ? ആതിര. ചെക്ക, സത്യം പറ, നീ അവളെ കാണിക്കാനല്ലേ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? പിന്നെ എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാനേ അവൾ ചിലപ്പോ ഒരുങ്ങായിരിക്കും. പക്ഷെ ആദിക്ക് അതിന്റെ ആവശ്യമില്ല. ആഹാ, അതെന്താ? നീ അത്രയ്ക്ക് സുന്ദരനായതുകൊണ്ടാണോ? ആക്കല്ലേ. ഞാൻ സുന്ദരനാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ആതിരയുടെ മുമ്പിൽ ഒരുങ്ങി നടക്കേണ്ട കാര്യമില്ലെന്നാ പറഞ്ഞ. ഇപ്പൊ
സത്യം പറഞ്ഞല്ലേ എനിക്ക് എന്നെ കാണുന്ന അലർജിയാ. മംഗളപ്പച്ചിയുടെ പേരക്കുട്ടി. ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേടാ. എടാ, ഈ തുളസിയേക്കാളും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോ നിന്റെ മനസ്സ് ഇളകുന്നുണ്ടോന്ന് അറിയണമല്ലോ. അത് ചിലപ്പോ ഇളകിയേക്ക്. പക്ഷേ ആതിരയ്ക്ക് തുളസിയുടെ അത്ര സൗന്ദര്യം ഇല്ലല്ലോ. ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനെ പോയി കണ്ടിട്ട് വരാം. അതെ, നിന്റെ ഫ്രണ്ടിനോടെ ഈ മാമന്റെ അന്വേഷണം പറഞ്ഞു കേട്ടോ. കൊച്ചു കള്ളം മനസ്സിലാക്കിയല്ലേ. അയ്യോ സോറി. ചെല്ലു. ഹായ് ആന്റി. ആന്റി ഒരു സംഭവം തന്നെയാ കേട്ടോ. എനിക്ക് ദുർഗാന്റിയെ പോലെ ആവാൻ ആഗ്രഹം. ആന്റിയുടെ ഹെയർ ഒറിജിനൽ ആണോ അതോ വിഗ് ആണോ? ഇവിടെ ചളവാക്കുന്ന ലക്ഷണമാണല്ലോ. ഓ, രണ്ടായാലും കൊള്ളാം. ഓ, നല്ല ഭംഗിയുണ്ടല്ലേ. എന്തൊക്കെയാ അപ്പച്ചി ഈ കൊച്ചു പറഞ്ഞു പഠിപ്പിച്ച പോലെ പാടിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അപ്പച്ചിയുടെ ഉപദേശമാണോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആതിര മോൾക്കെ നിന്നെ ഭയങ്കര ബഹുമാനാ. പക്ഷേ ഇവക്കത് അമേരിക്കൻ രീതിയിലെ നിന്നോട് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണോ? മോളെ ആന്റിയോട് സോറി പറ. സോറി ആന്റി, എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. റിയലി സോറി. എന്റെ മുമ്പിലേ നീ അതിവിനെയൊന്നും കാണിക്കണ്ട. എന്നാൽ ആവശ്യത്തിനുള്ള ഭയവും ബഹുമാനവും ഉണ്ടാവുകയും വേണം. ശരി ആന്റി. അതെ, ഒക്കെ ഒന്ന് ശീലമായി കഴിഞ്ഞാ ആതിര മോളെ പിന്നെ നിനക്ക് വിട്ടുപിരിയാൻ തോന്നില്ല. അത്ര മിടിക്കുക അവള്. ആ ശരി ശരി. മുറിയിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് പറയണം. അതൊക്കെ പറഞ്ഞോളാം ദുർഗെ. ആതിര മോൾ അമേരിക്കയിലായിരുന്നെങ്കിലും എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ ഇവക്കറിയാം. ഇവിടുത്തെ സാഹചര്യം ഒട്ടും മോശമൊന്നും അല്ലല്ലോ അപ്പച്ചി. ആതിരയ്ക്ക് ഒന്നിനും ഒരു കുറവ് ഞാനിവിടെ വരുത്തില്ല. അതുപോലെ എന്റെ ആവശ്യം എന്താണെന്ന് അപ്പച്ചി ഇവൾക്ക് പറഞ്ഞു കൊടുത്ത് എത്രയും വേഗം തുളസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അതൊന്നും അല്ലടാ കാര്യം. പിന്നെ ആതിരെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അവരുടെ ലക്ഷ്യം. എന്ത്? അതങ്ങനെ അച്ഛന് മനസ്സിലായി? അവരെ ഇവിടെ താമസിപ്പിക്കുന്നതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോ നിന്റെ അമ്മ തന്നെ അങ്ങനെ ഒരു സൂചന തന്നു. ഇത് വലിയൊരു തലവേദന ആവൂല അച്ഛാ. അവളുടെ കൊഞ്ചല് കണ്ടപ്പോഴെനിക്ക് തോന്നി, അമ്മയ്ക്ക് എങ്ങനെയാച്ചാ ഇത്ര ചീപ്പായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റുന്നേ? അവളെ നിയന്ത്രിക്കുന്നത് ഇപ്പൊ മംഗളപ്പച്ചി അല്ലേ ആദി. ആ സ്ത്രീ കുടുംബം നശിപ്പിച്ചിട്ടേ പോകും. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ അച്ഛാ? അമ്മൂമ്മ തള്ളയായി, എന്നാലും കെട്ടി ഒരുങ്ങി വന്നോളും. ബാക്കിയുള്ളവരുടെ സമാധാനം ഇല്ലാതാക്കാൻ. അങ്ങനെ ചില അവതാരങ്ങളുണ്ടടാ നമുക്കിടയിൽ. അവരെ ഒന്നും അത്ര പെട്ടെന്ന് ഒതുക്കാൻ പറ്റില്ല. മുകളിലുള്ളവരുമായിട്ട് അവർക്കുള്ള ബന്ധം കൂടി നമ്മൾ ഓർക്കണ്ടേ? മുകളിലുള്ളവരും? അതെ, എന്റെ അച്ഛന്റെ സഹോദരിയല്ലേ അവര്. അതിന്റെ ഒരു ആദരവും ബഹുമാനവും അവർക്ക് കൊടുത്തില്ലെങ്കിൽ, മുകളിലുള്ള അച്ഛന്റെ ആത്മാവിനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അമ്മയെ പോലെ അച്ഛനും ഒരു ന്യായം പറഞ്ഞ് അവരിവിടെ നിർത്താനാണ് ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ പാട്ടിന് പോകും. ഹായ്. വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതാണ് ആദ്യേട്ടന്റെ മുറി. നിനക്കെന്താ മാനേഴ്സ് ഇല്ലേ? ഇങ്ങനെയാണ് വേറെ ആളുടെ മുറിയിലേക്ക് കയറി വരുന്നത്? സോറി, ഞാൻ ആദ്യേട്ടന്റെ റൂമിലെന്ന് വിചാരിച്ച. ആദ്യേട്ടൻ ആരാ? നിന്റെ അമ്മാവന്റെ മോനോ? എന്തിനാ കരയുന്നേ? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് മാനേഴ്സ് ഇല്ലെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ ചോദിക്കാതെ പെട്ടെന്ന് കയറി വന്നോണ്ടല്ലേ. സോറി, കരയണ്ട. ആദ്യേട്ടൻ എന്നോട് സോറി ഒന്നും പറയണ്ട. എന്നോട് പിണങ്ങാതെ ഇരുന്നാ മതി. പിണക്കം മാറിയോ? മാറി. ആദ്യം ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആദ്യേട്ടനെ കാണാൻ. എനിക്ക് ആദ്യേട്ടനെ കുറിച്ച് എല്ലാം അറിയണം.
ആദ്യേട്ടന് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, ആദ്യേട്ടന് ഏത് ഭക്ഷണം കൂടുതൽ ഇഷ്ടം, ഏത് ഡ്രസ്സിനോടാ താല്പര്യം, ഏത് സിനിമയാ ഇഷ്ടം, ഏത് പാട്ടാ ഇഷ്ടം, അങ്ങനെ എല്ലാം. എന്തിനാ എന്നെ കുറിച്ച് പുസ്തകം എഴുതാൻ പോവാണോ? ആഹാ, തമാശയൊക്കെ പറയൂല്ലേ. ഫസ്റ്റ് ആദ്യേട്ടന്റെ കൂട്ടുകാരെ കുറിച്ച് പറ. അയ്യോ, അത് പറയാൻ ഒരുപാടുണ്ട്, ഇപ്പോഴൊന്നും തീരില്ല. ആ, തീരണ്ട, എനിക്ക് ധൃതിയൊന്നുമില്ല. ആദ്യേട്ടൻ ദാ ഇവിടെ ഇരുന്ന് സമാധാനത്തിൽ പറഞ്ഞാ മതി. അതല്ല ആതിരെ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ടൈമായി, നമുക്ക് പിന്നീട് സംസാരിക്കാം, അതുപോലെ. പോണെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ? പിന്നെ വളരെ സീരിയസ് ആയ ഒരു കാര്യത്തിനാ. ഓ, അതിന് പ്ലീസ് ഒന്ന് പുറത്തു പോ, എനിക്ക് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാനാ. അതാ. ശരി, ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ. ബൈ. സീ യു. ഏയ്, പിണങ്ങിയൊന്നുമില്ല. ആദ്യേട്ടന് അത്യാവശ്യമായി എവിടേക്കോ പോവാനുണ്ട്. ഡ്രസ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി. അവൻ അങ്ങനെ എവിടെയെങ്കിലും പോകാനുള്ളതായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഈ പോക്കിന് നമ്മൾ തടയിടണം ദുർഗെ, എങ്കിലേ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും. ആ മോളെ അതിര, മാമോസിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. എന്താ വേണ്ടേ? എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഫ്രിഡ്ജിൽ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുണ്ട്, എടുത്തു കൊടുക്ക്. എന്താ അപ്പച്ചി പറയാൻ വന്നത്? ആ, പറയാം. വീട്ടിലൊരു പുതിയ സെർവന്റ് വന്നു കേട്ടു. ഇതാണോ ആ പുതിയ സാധനം? ആദ്യേട്ടാ, ഇവളാണത്. ഇവളാണ് എന്റെ വഴി തടഞ്ഞത്. എന്റെ കൈ പിടിച്ചോടിച്ച് പേഴ്സന്റെ പണം മോഷ്ടിച്ചത് ഇവളാ. ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. ആദി ഏട്ടനോ? അത് കൊള്ളാം. വീട്ടിലെ ജോലിക്കാരി ബോസിന് ഏട്ടാന്നാണോ വിളിക്കുന്നത്? എന്താണ് നീ പറഞ്ഞത്? ഞാൻ ജോലിക്കാരിയാണെന്നോ? എടി, ഞാൻ ആരാണെന്ന് ആദ്യം കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലേ. നീ ഒരു കള്ളിയാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ ഇവൻ ഇങ്ങനെ ഒരു കസിൻ ഇല്ലാന്ന് എനിക്കറിയില്ലേ. ഇവനോ? എടി, ആദ്യമായിട്ട് ആരാന്നാ നിന്റെ വിചാരം? ആദ്യേട്ടാ, ഇവൾക്കെന്നെ ഭ്രാന്താണോ? എന്റെ കാശ് മോഷ്ടിച്ചിട്ട് ഇവൾ എന്നെ കള്ളിയെന്നും വേലക്കാരെന്നും വിളിക്കുന്നു. ഇപ്പത്തെ ആദ്യേട്ടനോട് ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നു. ആദി, നിനക്ക് വല്ല കാര്യമുണ്ടോ ഇതിനെയും ചുമന്നുകൊണ്ട് നടക്കാൻ? വേലക്കാരിയും കൂട്ടി മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കാൻ നിന്റെ അമ്മ പറഞ്ഞു വിട്ടതാണോ? അയ്യോ, ആദ്യേട്ടാ, ഇവളെ എന്തൊക്കെയാ പറയുന്നേ? ആടെ ചോടിക്ക് ഇവളെ ആദ്യേട്ടാ, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ. വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. മാറിക്കടി, അങ്ങോട്ട് മാറി നിൽക്കാൻ. കണ്ടില്ലേ പേടിച്ചു പോയത്?